കടന്നു വരുന്ന സമയത്ത് എന്തെങ്കിലും നിലപാട് മാറ്റം അദാനി വിഷയത്തിൽ കോൺഗ്രസ് പാർട്ടിക്കുണ്ടോ? അങ്ങനെ ഒരു സംശയം തോന്നുന്നു. കാരണം പല നേതാക്കളുടെയും പിന്നീടുള്ള പ്രതികരണം. നിങ്ങൾ ഈ വിഷയം മാറ്റി വേറൊരു വിഷയത്തിലേക്ക്, ഞാൻ എൻ്റെ ഫോക്കസ് ഇന്ന് ഇതിലേക്കാണ്. അതുകൊണ്ട് വേറെ വിഷയം നമുക്ക് പറയാം, സംസാരിക്കാം. നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കെല്ലാം, നിങ്ങൾക്ക് ചോദ്യം ചോദിക്കുന്നതിനെല്ലാം ഉത്തരം പറയാൻ ഞാൻ ബാധ്യസ്ഥനാണ്, സംശയമില്ല, തീർച്ചയായിട്ടും. പക്ഷേ ഇന്നത്തെ വിഷയം, ഞാനിപ്പം ഗുരുവായൂർ ദർശനം നടത്തി വന്നിരിക്കുമ്പോഴാണ് ഒരു യഥാർത്ഥ വിശ്വാസി എന്ന നിലയിലുള്ള എൻ്റെ വേദന കൂടിയാണ് ഞാൻ നിങ്ങളുടെ മുമ്പാകെ പങ്കിടുന്നത്. അല്ല, ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുള്ള എൻ്റെ അഭിപ്രായം അതിനും ആവർത്തിക്കുന്നില്ല. ഞാൻ ഇന്നത്തെ എൻ്റെ പ്രധാനപ്പെട്ട ഫോക്കസ് അയോധ്യ രാമജന്മഭൂമി ക്ഷേത്രത്തിൽ. കാരണം ഇത് കേരളത്തിലെ BJP-ക്കാരോട് ഈ ചോദ്യം ചോദിക്കേണ്ടതല്ലേ? നമ്മുടെ നാട്ടിനടക്കം എത്രയോ വിശ്വാസികൾ രാമക്ഷേത്രത്തിൽ എല്ലാ വർഷവും എല്ലാ മാസവും പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്തേ BJP മിണ്ടാത്തത്? കേരളത്തിലെ ഇത്രയേറെ വലിയ അമ്പലക്കുളം നടത്തി. നമ്മൾ ശബരിമലയിൽ ഇത്രയും പ്രശ്നം ഉണ്ടായപ്പോൾ ഞങ്ങൾ ഇതേപോലെ ഉന്നയിച്ചതാണ്, ജനങ്ങൾ ചർച്ച ചെയ്തതാണ്. അതിനേക്കാൾ ഭീകരമാണിപ്പോൾ രാമക്ഷേത്രത്തിൽ നടത്തിയിരിക്കുന്ന കൊള്ള. അപ്പോൾ അതിൽ മൗനം പാലിക്കുക എന്ന് പറയുന്നത് കള്ളന്മാരെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ്, അവർക്ക് വേണ്ടി നിലകൊള്ളുന്നതിന് വേണ്ടിയിട്ടാണ് എന്നതിന് സംശയമില്ല. ഇവർ യഥാർത്ഥ വിശ്വാസികളല്ല. ഇവർ ഹിന്ദുക്കളുടെ പേരിൽ കൊള്ളയടിക്കാനും അതുപോലെ ജനങ്ങളെ വിഭജിച്ച് അത് വോട്ട് നേടാൻ വേണ്ടി നിൽക്കുന്നവർ മാത്രമാണ്. ഇവരുടെ വിശ്വാസത്തിൻ്റെ പൊള്ളയാണ് വിളിച്ചു തരുന്നത്. അയോധ്യ മാത്രമല്ല, ഇപ്പം നമ്മുടെ ബദ്രീനാഥിലും ഇതേപോലുള്ള ആരോപണം ഉന്നയിക്കപ്പെട്ടിരിക്കുകയാണ്. കേദാർനാഥിൽ ആരോപണം ഉന്നയിക്കപ്പെട്ടിരിക്കുകയാണ്. ഇതെല്ലാം BJP നയിക്കുന്ന സർക്കാർ നിയന്ത്രിക്കുന്ന ക്ഷേത്രങ്ങളാണ്. ക്ഷേത്രങ്ങൾ കൊള്ളയടിപ്പിക്കപ്പെടേണ്ടതാണോ? അവർ സമാധാനം പറയണം. അതിനു വേണ്ടിയാണോ അവർ വിശ്വാസത്തെ മുറുകെ പിടിക്കുന്നത്? ഞങ്ങളെല്ലാം വിശ്വാസത്തെ മുറുകെ പിടിക്കുന്നത് വിശ്വാസത്തിന് വേണ്ടിയിട്ടാണ്, ദൈവത്തിലുള്ള വിശ്വാസം കൊണ്ടാണ്. ഇത് കൊള്ളയടിക്കാനും ജനങ്ങളെ വിഭജിക്കാൻ, ഹിന്ദു മുസ്ലിം അല്ലെങ്കിൽ ന്യൂനപക്ഷങ്ങൾക്കെതിരായിട്ടുള്ളത്, ഇതൊക്കെ കൊണ്ടുവന്ന് സത്യത്തിൽ ദൈവം ആഗ്രഹിക്കാത്തത് ചെയ്യിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇവർ ദൈവത്തെ ഉപയോഗിക്കുന്നത്. ഇതിനെതിരായിട്ടുള്ള വ്യാപകമായിട്ടുള്ള പ്രചരണവും ചോദ്യം ചോദിക്കലും കോൺഗ്രസ് നടത്തും. സോഷ്യൽ മീഡിയ കണ്ടന്റുകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്താൻ കേന്ദ്ര സർക്കാർ ആലോചിക്കുന്നു. പ്രധാനമന്ത്രി തന്നെ അല്ല, അവരിപ്പോൾ എല്ലാം ആലോചിക്കുകയാണല്ലോ. ഞാൻ ചോദിച്ചിട്ട് ഇത്രയും ഭീകരമായിട്ടുള്ള കൊള്ള നടന്നിട്ടും നിയന്ത്രണമില്ലാതെ തന്നെ പല ദേശീയ മാധ്യമങ്ങളൊന്നും ഇതൊന്നും പറയുന്ന ചർച്ച പോലും ആക്കുന്നില്ലല്ലോ. അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അവർ ചെയ്യുന്ന കൊള്ളയും അവർ ചെയ്യുന്ന കൊള്ളരുതായ്മകളും ഏജൻസികളെ വെച്ച് ഭീഷണിപ്പെടുത്തി നിർവീര്യമാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുതന്നെയാണ് ഇക്കാര്യത്തിൽ ഉണ്ടാകുന്നത്. അവർക്ക് ചോദ്യങ്ങളെ ഭയമാണ്, അവർക്ക് വിമർശനങ്ങളെ ഭയമാണ്, തുറന്നു പറച്ചിലുകളെ ഭയമാണ് അവർക്ക്. കാരണം അവർക്ക് ഭയപ്പെടാൻ ഒരുപാടുണ്ട്. അതാണിപ്പോൾ മോഡി ഗവൺമെൻറ്റിൻ്റെ പ്രത്യേകത. ജനങ്ങളോട് മറുപടി ഇത്ര നാളായിട്ടും 12 വർഷം കഴിഞ്ഞിട്ട് ഒരു പ്രാവശ്യം പോലും പത്രക്കാരെ കണ്ടോ? ഇന്ത്യൻ പ്രധാനമന്ത്രി ഒരു പ്രാവശ്യം കണ്ടിട്ടുണ്ടോ? ഒരു പത്രസമ്മേളനം വിളിച്ചിട്ട് നിങ്ങളുടെയൊക്കെ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് പറയാനുള്ളത് പറയാനും ഉത്തരം പറയാനും അനുവദിച്ചിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ അദ്ദേഹത്തിന് ചോദ്യങ്ങളെ ഭയമാണ്, തുറന്നു പറച്ചിലുകളെ ഭയമാണ്. അതിൻ്റെ ഭാഗമായിട്ടുള്ള ഇത് സത്യത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഗവൺമെൻറ് മെഷീനറികളെ ഉപയോഗിച്ച് CBI, IB, ഇൻകം ടാക്സ് എന്നീ ഏജൻസികളെല്ലാം ഉപയോഗിച്ചുകൊണ്ട് രാഷ്ട്രീയ എതിരാളികളെ നിർവീര്യമാക്കുക, അവരെ ഭീഷണിപ്പെടുത്തുക, അതോടൊപ്പം തന്നെ തങ്ങൾക്കെതിരായിട്ട് വരുന്ന ശബ്ദങ്ങളെയെല്ലാം ഇല്ലാതാക്കാൻ ഈ ആയുധങ്ങളെ ഉപയോഗിക്കുക. അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർ ചെയ്യുന്ന എല്ലാ കൊള്ളയും ഇവിടെ മറച്ചു പിടിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് അവരിതിലൂടെയൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതായത് പ്രധാനമായിട്ട് നമ്മൾ ചോദിക്കുമ്പോൾ അയോധ്യയിൽ പ്രധാനപ്പെട്ട ഫോക്കസ് തന്നെയാണ്. പക്ഷേ വിഴിഞ്ഞ മരത്തിലേക്ക് കടന്നു വരുന്ന സമയത്ത് എന്തെങ്കിലും നിലപാട് മാറ്റം അദാനി വിഷയത്തിൽ കോൺഗ്രസ് പാർട്ടിക്കുണ്ടോ? അങ്ങനെ ഒരു സംശയം തോന്നുന്നു. കാരണം പല നേതാക്കളുടെയും പിന്നീടുള്ള പ്രതികരണം. നിങ്ങൾ ഈ വിഷയം മാറ്റി വേറൊരു വിഷയത്തിലേക്ക്, ഞാൻ എൻ്റെ ഫോക്കസ് ഇന്ന് ഇതിലേക്കാണ്. അതുകൊണ്ട് വേറെ വിഷയം നമുക്ക് പറയാം, സംസാരിക്കാം. നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കെല്ലാം, നിങ്ങൾക്ക് ചോദ്യം ചോദിക്കുന്നതിനെല്ലാം ഉത്തരം പറയാൻ ഞാൻ ബാധ്യസ്ഥനാണ്, സംശയമില്ല, തീർച്ചയായിട്ടും. പക്ഷേ ഇന്നത്തെ വിഷയം, ഞാനിപ്പം ഗുരുവായൂർ ദർശനം നടത്തി വന്നിരിക്കുമ്പോഴാണ് ഒരു യഥാർത്ഥ വിശ്വാസി എന്ന നിലയിലുള്ള എൻ്റെ വേദന കൂടിയാണ് ഞാൻ നിങ്ങളുടെ മുമ്പാകെ പങ്കിടുന്നത്. അതും ഇതുമായി ബന്ധപ്പെട്ടല്ലേ? അത് അല്ല, എല്ലാം ശുഭമായി പര്യവസാനിക്കും.